5534552. ഇതിൽ നവീകരണത്തിന് കല്ലിൻ്റെ ഇതിനെല്ലാം അത് തന്നെ കൊടുത്താൽ മതിയില്ലേ? ആ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട്. പോരാത്ത നമ്മുടെ അക്കൗണ്ട് നമ്പർ നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതിൻ്റെ QR കോഡും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. കിട്ടിയില്ല QR കോഡ് ഉണ്ടോ? ഇല്ല, QR കോഡ് ഇല്ല, നമ്മൾക്ക് ഇതേ ഉള്ളൂ. അതേ ഉള്ളൂ അല്ലേ? ആ ഒരു സംഭവമേ ഉള്ളൂ. QR കോഡ് ആക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിലെല്ലാം QR കോഡ് ഉണ്ട്. അപ്പം നിങ്ങൾ കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രം തെക്കി ബസാറിൽ പോയി കഴിഞ്ഞാൽ അവർ ആ QR കോഡിന്റെ ബോർഡ് തന്നെ അങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, ഡീഗ്രേഡ് ക്ഷേത്രത്തിന്റെ പരിമിതികൾ പല കാര്യത്തിലും ഉണ്ട്. അതെ, അതുകൊണ്ട് ഒരു ചെയ്യാൻ കഴിയും, പക്ഷേ ഒരു അനുമതിയില്ല അല്ലേ? അനുമതിയില്ലാത്ത അല്ല, നമ്മുടെ ദേശത്തിന്റെ പുരോഗതിയും ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ അത് ചെയ്തതിന്റെ കാണാൻ ഇടാന്ന് വെച്ചാൽ വൈകുണ്ഠം തന്നെയാണ്. നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെട്ടത് ഒരു വൈകുണ്ഠം. കുളവും ആ സ്റ്റെപ്പും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രം പിടിച്ചെടുത്ത് കിട്ടൂല. ഒരു കൊറോണ കാലത്ത് എടുത്ത തീരുമാനമാണ് ഈ ക്ഷേത്ര തിരുമുറ്റം, കല്ല്, അതുപോലെ തന്നെ മതില്, കിഴക്ക് ഭാഗത്തെ ഗോപുരം എല്ലാം. എനിക്ക് ഇനി കിഴക്കേ നടയിൽ നിങ്ങളെ ഒരു കാഴ്ചയും കൂടി കാണിച്ചു കൊടുക്കാനുണ്ട്. കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ. എന്തായാലും നിങ്ങൾ എത്ര പേരുണ്ട് ഈ ട്രസ്റ്റിൽ, അല്ല ഇത് ഈ ബോർഡിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ ബോർഡിൽ 5 ആൾക്കാർ, ഒരു 10-65 അംഗ കമ്മിറ്റി ഉണ്ട്. അതില് മാതൃസേവാ സമിതി ഉൾപ്പെടെയാണ് എല്ലാ കാര്യങ്ങളും. മാതൃസമിതിന്റെ പ്രസിഡന്റ് നമ്മുടെ ഇപ്പം ഓർക്കൊണ്ട് നമുക്ക് കുളത്തിന് ചുറ്റും ചെടികൾ നടിയിപ്പിക്കണം, പൂക്കളുള്ള നല്ല പുഷ്പങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിന്. കാലാകാലം നിങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ട് ആ പൂക്കൾ മാത്രം മതി. മനസ്സും തണുക്കൂ അല്ലേ? രണ്ടും മനസ്സും നിറയും, ശരീരം തണുക്കൂ, അങ്ങനെയല്ലേ പറയാ. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. തുളസിയും കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ എന്നാ നല്ല നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം എല്ലാവരെയും. ഇതിൻ്റെ അന്നദാനശാല തന്നെ സ്പോൺസർ ചെയ്തത് അല്ലേ? ആരോ ചെയ്തത് ഇത്? നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രകാശാട്ടനാണ് ചെയ്തു തന്നില്ലല്ലേ? പ്രകാശാട്ടന് ഇങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിന് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ്. കാരണം അന്നദാനശാലക്ക് അതിനുള്ള വഴിയൊരുക്കി കൊടുക്കാൻ മങ്കണ്ടി പ്രകാശൻ അതെയാണ്. അദ്ദേഹം കുളത്തിനും അതുപോലെ സഹായിക്കാൻ മനസ്സ് തോന്നിട്ട് അത്രയും നമുക്ക് പറയാം. ഉപരിയായിട്ട് നമ്മുടെ ഒരു ശ്രീധരൻ നമ്പ്യാറുണ്ട്, രാജേട്ടൻ പറയും. അതെ അതെ അതെ, നമ്മളൊരു മൺമറഞ്ഞു പോയ നമ്മളൊരു വഴികാട്ടിയാണ്. പിന്നെ നല്ല ലക്ഷണം കേട്ടോ. ചെറുങ്ങനെ മഴ, ഒരു ചാറ്റിൽ മഴ നമ്മൾ വന്ന സമയം മുതലേ ഇവിടെ അനുഭവിക്കും. താമരക്കുളം ഉണ്ട് ഇവിടെ. താമരക്കുളം ഇത് താമര ചെറിയ കണ്ട താമര ഉണ്ടെങ്കിൽ അത് ആയി വരുന്നത്രേ ഉള്ളൂ. ഇത് വാരന്മാരും നമ്പൂരിമാരെല്ലാം ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് കേട്ടോ. വാരാന്മാർ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിൽക്കാനുള്ള ഒരു സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പുറത്തുള്ള കിണറാണ്, ഉള്ളിൽ മൺകിണറുണ്ട്. അപ്പം നീലത്താമര ഉണ്ടോ? നീല ആമ്പല് ഇങ്ങനെ ആരും കാണൂല. പെട്ടെന്ന് എല്ലാം ഇന്ന് തിരിഞ്ഞ് കിട്ടി. ഫോട്ടോ ഉണ്ട്. ശ്രീകൃഷ്ണപ്പരുന്ന് വലം വെക്കുന്നത് നിങ്ങൾ ശ്രീകോല വലം വെക്കുന്നത് അല്ലേ? ശ്രീകോല വലം വെക്കുന്നത് ശ്രീകോവിൽ ഇതാ ഇടുക കണ്ടാ. രണ്ട് ശ്രീകൃഷ്ണപ്പരുന്ന് വന്നിട്ടാണ് വലം വെക്കുന്നത് കേട്ടോ. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പം 3-4 വന്നു കേട്ടോ. ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിനും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇട 2 ആടിയും പറക്കുന്നു. എല്ലാവരും ശ്രീകോവിൽ തന്നെ വന്ന് വലം വെക്കുന്നു. 2 ആൾ വലം വെച്ച് പോയി, 2 ആൾ ഇതാ പിന്നെയും വന്ന്, ഒരാളും കൂടി അങ്ങനെ വരുന്നുണ്ട്. 5 ആൾ, ഒട്ടാകെ 5 ആളായി. എല്ലാവരും വലം വെച്ച് അങ്ങ് പോയി അല്ലേ? ശ്രീകൃഷ്ണപരുന്ത് വലം വെക്കുന്നേ അല്ലേ? ശ്രീകോവിൽ അല്ലേ അമ്മേ? ശ്രീകൃഷ്ണപരുന്ത് വലം വെക്കുന്ന നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്.
5 വന്നിട്ടാണ് വലം വെച്ചത്. ഇപ്പം പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നു. ഇതാ 3 ആളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്ന് തിരിഞ്ഞളിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, ആകാശത്തിലൊരു വേർത്തന ലെവൽ അല്ലേ, വേറൊരു എന്തോ ഒരു സംഭവം പോലെ. ഇതാ കണ്ട ശ്രീകൃഷ്ണ പെരുന്നാ, ഇതാ കാല് പറയുന്ന സമയത്ത് നമ്മളെ കണ്ണാടിപ്പറമ്പിലുള്ള ഒരു KP ശ്രീധരൻ നമ്പ്യാണ്. അവരെ എത്ര സ്മരിച്ചാലും നമുക്ക് മതിയാവില്ല. വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓറാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ കാര്യം തന്നെ ഞാൻ 2010 ഒരു നാരായണി സപ്താഹം നടക്കുന്ന സമയത്ത് ഞാൻ ശ്രീധരാട്ടനെയും കൂട്ടി നമ്മളെ കുളത്തിൻ്റെ കാര്യം പോകുകയും എൻ്റെ ചുമലിൽ കൈവച്ച് കുളം ചുറ്റി നടന്നിട്ട് നമ്മൾ ശ്രീധരാട്ട കുളത്തിനോട് ഇത് ചെയ്തു തരണം, നിന്റെ കുളം ആരെങ്കിലും ശരിയാക്കി തരുവാടാ, ഇങ്ങനെ പറഞ്ഞു. നിന്റെ കുളം ആരെങ്കിലും ശരിയാക്കി തരുവാടാ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീധരാട്ടൻ തന്നെ മനസ്സിൽ വിചാരിച്ചു. ശ്രീധരാട്ടൻ അകാലത്തിൽ പോകുന്നു, നമ്മളെ കുളം വേറെ ചെയ്തതാണെന്നും ഞാൻ വിചാരിച്ചില്ല. ഈ ശ്രീധരാട്ടൻ എന്ന് പറയുന്നത് നമ്മളെ അതിരുദ്ര മഹായജ്ഞം നടത്തിയ ആളായിരുന്നു അദ്ദേഹം. എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പ് ചെലവിട്ടിട്ടാണ് ഇത്രയും വലിയ സംഭവങ്ങൾ അല്ലേ, പല പല ക്ഷേത്രങ്ങളിലും. അത് വലിയൊരു മനുഷ്യനാണ്. ഇപ്പോൾ അവരെ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എത്ര സ്മരിച്ചാലും മതി വരില്ല. ഇങ്ങനൊരു അതിരുദ്ര മഹായജ്ഞം മഹാദേവൻ്റെ പിന്നെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കൊണ്ടുവരാൻ സാധിച്ച അദ്ദേഹത്തിനാണ്. അപ്പം ഈ ദേശത്തിലെ ദേശവാസികളെ ഇവരൊക്കെ ഉണ്ടായിരുന്നു മുൻപന്തിയിൽ അല്ലേ. അപ്പം അത് ഒരു പരാജയം എന്ന് പറഞ്ഞാൽ ശ്രീധരാട്ടനായിട്ടുള്ള ഒരു ബന്ധം അവരെ ഭാര്യയായിട്ട് മക്കളുമായിട്ട് അത്ര ബന്ധപ്പെടുത്താൻ പറ്റിയില്ല. നമുക്കുണ്ട്. അതെ, ആ ഒരു സങ്കടം ഉണ്ടല്ലേ. ആ ബന്ധം നമുക്ക് അവർ പുറത്തായിരുന്നു. അതെ അതെ അതെ, ഒരു 15-17 പോലത്തെ ബന്ധമാണ്. പക്ഷെ ആ ബന്ധം അവരെ ഫാമിലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം വല്ലാതെ. എന്തായാലും ചേട്ടൻ വലിയ വിഷമിക്കാതെ അങ്ങ് അവർ ആ കാലത്തിലേക്ക് പോയല്ലോ. ചിലവട്ടർ കടന്ന് ഇതായും വിഷമിച്ചാലും പോകുമല്ലോ. എന്തായാലും അദ്ദേഹം നിങ്ങൾക്ക് ഈ ഒരു കുളത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒത്തിരി കാലത്തെ ആഗ്രഹങ്ങളാണ് ഇപ്പം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കാണുന്നുണ്ടോ? അത് തന്നെ, അത് ആരെങ്കിലും ചെയ്യുന്ന എന്നോട് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കും. അതെ അതെ അതെ. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത്, ക്ഷേത്രക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മേൽനോട്ടം വഹിക്കുന്ന നമ്മളെ ട്രസ്റ്റി ബോർഡിന്റെ മെമ്പർ കൂടിയായ ക്ഷേത്രശില്പി പട്ടം കൊടുത്ത് നമ്മൾ ആദരിച്ചാണ് ഈ മാവളകണ്ടി സുരേഷ്. അദ്ദേഹമാണ് ക്ഷേത്രക്കുളം രീതിയിലേക്ക് ഇത്ര വേഗത്തിലും നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണെന്ന്. എന്താ ക്ഷേത്രക്കുളം നടന്ന ഒരു പണി നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടാവും. ആരാന്ന് അറിയില്ല, ഇനി ആരാ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ചെയ്യാൻ എല്ലാ അതിന്റെ മേൽനോട്ടം വഹിച്ചത് ശ്രീ സുരേഷ് മാവളകണ്ടി. അദ്ദേഹമാണ് ഈ കാണുന്ന നവീകരണ പ്രവർത്തനങ്ങളെല്ലാം അയാൾ ചെയ്തു. പക്ഷെ അത് കാണാനുണ്ട് എന്നുവെച്ചാൽ ക്ഷേത്രത്തിന്റെ കുളം തന്നെ നമുക്കൊരു താമര കുളത്തിൽ പോയി നിൽക്കുന്ന ഒരു ഫീലായി, ഒരു തളികയിൽ പോയി നിൽക്കുന്ന ഒരു ഫീലാ അല്ലേ. ഇതിന്റെ കോൺട്രാക്ടർ മോറായുള്ളൊരു ലോകേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അല്ലേ. അതിന്റെ പണി ഫുള്ളായിട്ട് എടുത്തത് ഈ ഒരു മനുഷ്യൻ, നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെയുള്ള സുരേഷ് തന്നെയാണ് അല്ലേ. നമസ്കാരം. പറഞ്ഞ കൂട്ടത്തില് 2003 നമ്മൾ തിരുവങ്ങാടൻ രാമേന്ദ്രാട്ടൻ എന്ന് പറയുന്ന കടലായി അമ്പലത്തിന്റെ തെക്ക് ഭാഗത്താണ് അവരുടെ വീട്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്ര നവീകരണ സമയത്ത് നമ്മൾ പുള്ളിയെ സമീപിക്കുകയും അപ്പോൾ ഉള്ളിലുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഓർവക അന്ന് ചെയ്തു. അപ്പോൾ അതിനുശേഷം കുറേ വർഷം കഴിഞ്ഞ സമയത്ത് നാഗത്തിന്റെ പ്രവർത്തനത്തിന്റെ മുഖ്യമായ ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം ഓർ തന്നെ. ഇന്നും നമ്മൾ എല്ലാ വർഷവും ഉത്സവത്തിനായാലും എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിനെയും കൂടി ഇതിൽ ഉൾപ്പെടുന്ന. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നവീകരണ പ്രവർത്തനം എപ്പോന്ന് പറഞ്ഞേ 2002 ഇപ്പോഴത്തെ തുടങ്ങിയത്. അതെ അതെ. ഇപ്പൊ 12 വർഷം കൂടുമ്പല്ലേ ഒരു കലശം ഉണ്ടാവും. അപ്പം അതെ ശേഷം ചെയ്യാം. അതെ അതെ. കാരണം അതിലെല്ലാം ഇറങ്ങാൻ പോകുന്ന ചില്ലറ പൈസ ഒന്നും പോരാ അല്ലേ. അത്രയും ദിവസത്തെ കാര്യങ്ങളും 12 മെയ് 25 പുനഃപ്രതിഷ്ഠ നടന്നത്. 12 മെയ് 25. അപ്പൊ ഇനി ഏകദേശം ആയില്ല തന്നെ. അതെ വേണം. ക്ഷേത്രത്തിന്റെ തന്ത്രി കരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടാണ്. അതെ അതെ. തന്ത്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 12 വർഷം കൂടെ വേണം. ക്ഷേത്രകുളത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഇതിന്റെ ആദ്യകാലത്തെ തന്ത്രി ആരായിരുന്നു? അവരായിരുന്നു അല്ലേ. ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. പഞ്ഞോട്ടില്ലക്കാർ ഇവിടെ സ്വർണ്ണപുഷ്പം വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഭഗവാൻ മുമ്പിട്ട്. അത് ആരെയാ വെച്ചത്? ഒരുപാട് വർഷം നമ്മൾ ഇവരുടെ അതെ അതെ. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ കേസും കൂട്ടും വിഷമൊന്നും വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. ഉള്ളിലാണ് സ്ഥാപനങ്ങളും എല്ലാം ക്ഷേത്രങ്ങളും സ്ഥലവും
എത്ര സെൻറ്റ് സ്ഥലത്ത് ഇത് വരുന്നത്? മൊത്തം 74 സെന്റ് സ്ഥലമാണ് ഇത് വരുന്നത് അല്ലേ? ക്ഷേത്രക്കുളവും ഇതെല്ലാം ആയിട്ടല്ലേ? അപ്പം എന്തായാലും വരുന്ന ഭക്തന്മാർ ഇവിടുത്തെ പ്രധാന ദിവസം ഏതാന്ന്? വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ദിവസം. ആ ദിവസങ്ങളിൽ വരിക. മംഗല സൗഭാഗ്യം, സന്താന സൗഭാഗ്യം, പിന്നെ രോഗശമനം, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ തിരുവോണം നാളിലും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് അല്ലേ? പിന്നെ താമരമാല സമർപ്പണമാണ്. പിന്നെ അതുപോലെ പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുമതിലിന് ഒരു സൗകര്യം നമുക്കില്ല. ഇപ്പം നല്ലൊരു നവീകരിച്ച ലാറ്റിനോ മറ്റേ ഇത് അങ്ങനത്തെ ഉണ്ടാക്കാണ്ടിരിക്കുന്ന നമുക്ക് പുറത്ത് ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്ഥലം എടുക്കാൻ പറ്റും. അതെ അതെ, ഒരു കുറച്ച് 10-15 സെന്റ് സ്ഥലം കിട്ടാനുണ്ട്. അതിനുള്ള ഒരു സാമ്പത്തികം നമുക്ക് എങ്ങനെ കിട്ടുവാണെങ്കിൽ സ്ഥലം കിട്ടും, നമുക്ക് പരിശ്രമിച്ചാൽ കിട്ടും. ആ ഒരു സഹായം കൂടി നമുക്ക് അതെ ഇതിന് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായം, നിങ്ങൾക്ക് ഇപ്പം ഒരു 50 റുപ്യെങ്കിൽ 50 റുപ്യ, 100 റുപ്യെങ്കിൽ 100 റുപ്യ അല്ലേ? 1 രൂപയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു അമ്പലത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അതിൻ്റെ ഗുണം കിട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെപ്പോലത്തെ ഒരാൾ നിങ്ങളോട് വന്ന് വെറുതെ പറയില്ല. അപ്പോൾ നമ്മളതിൻ്റെ പൂർണ്ണമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് വന്ന് പറയുന്നത്. ഒരു ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ ആ ദേശം ഉയരുന്നതാണ്. ഒരു ദേശത്തെ ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തെ ഉയർച്ച എത്രത്തോളം ഉണ്ടെന്ന്. ഒരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തിൻ്റെ തകർച്ചയും. ഇന്ന് നിങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു തെറ്റായ മാർഗ്ഗങ്ങൾ വഴി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു അല്ലേ? മോശമായ കൂട്ടുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക. നിങ്ങൾ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക. ആരും നമ്മൾ കുറ്റം പറയാൻ തയ്യാറല്ല. എല്ലാവരും നമ്മൾ വെച്ചാൽ ഇപ്പോഴും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? തിരിച്ചു പിടിക്കുക. നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും കൂടെ ഞാനും ഉണ്ട്. നല്ല നമസ്കാരം. ശ്രീകൃഷ്ണപ്പരുന്ന് വലം വെക്കുന്നുണ്ട് നിങ്ങൾ? ശ്രീകോല വലം വെക്കുന്നത് അല്ലേ? ശ്രീകോല വലം വെക്കുന്നത് ശ്രീകോവിൽ ഇതാ കിട്ടിയ കണ്ടാ? രണ്ട് ശ്രീകൃഷ്ണപ്പരുന്ന് വന്നിട്ടാണ് വലം വെക്കുന്നത് കേട്ടോ. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പം 3-4 വന്നു കേട്ടോ. ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇവിടെ 2 ആടിയും പറക്കുന്നു. എല്ലാവരും ശ്രീകോവിൽ തന്നെ വന്ന് വലം വെക്കുന്നു. 2 ആളും കൂടി അങ്ങനെ വരുന്നുണ്ട്. 5 ആൾ, ഒട്ടാകെ 5 ആളായി. എല്ലാവരും വലം വെച്ചങ്ങ് പോയി അല്ലേ?